ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചീമപ്പുളിയും കാന്താരിയും വെച്ചിട്ടേ കുറച്ച് മത്തി പറ്റിച്ചെടുത്താലോ? പറ്റിച്ചെടുത്തതെന്നോ തോരൻ വെച്ചതെന്നോ ഒക്കെ പറയുവേ. നല്ല ഫ്രഷ് മത്തിയാണ് കേട്ടോ. മത്തി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഞാൻ കുറച്ച് വറക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചേ. ബാക്കിയുള്ളതിന് വേണ്ടിയിട്ട്, അതായത് പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ളതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, കുറച്ച് കാന്താരി മുളകും കൂടെ എടുത്തിട്ടുണ്ട്. ഞാൻ ആ വറക്കാനെടുത്ത പാത്രത്തിൽ തന്നെ മീൻ നന്നായിട്ടൊന്ന് പുരട്ടി എടുത്തിട്ടുണ്ട്. തേങ്ങ തിരുമാൻ വേണ്ടി എടുത്തപ്പോൾ ഒന്ന് ചിരട്ടയിൽ നിന്ന് ഇളകിപ്പോയി. അത് ഞാൻ കട്ട് ചെയ്ത് ഈ കൂട്ടിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ചതച്ചെടുത്തു കേട്ടോ. ഇനി നമ്മുടെ മത്തിയും ചീമപ്പുളിയും കൂടെ അതുകൊണ്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് പുരട്ടിയെടുക്കണം. അരപ്പും കൂടി ഇട്ടിട്ട് ഞാൻ 2 ചെറിയ കഷ്ണം പുളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം, ലേശം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. ഈ മീൻ പറ്റിച്ചതുണ്ടല്ലോ, നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിട്ട് നാളെ കഴിക്കണം കേട്ടോ. അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ്. ആ പുളിയുടെയൊക്കെ ടേസ്റ്റ് നന്നായിട്ട് ഇറങ്ങുമേ. പഴങ്കഞ്ഞിയൊക്കെ കഴിക്കുന്നവർക്കാണെങ്കിൽ ഈ ഒരു മീൻ പറ്റിച്ചതും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ലേശം വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇവിടെ എല്ലാവർക്കും മീൻ പറ്റിച്ചത് നല്ല ചുമന്നിരിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ മുളക് പൊടിയൊക്കെ ഇട്ടത്. നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി മാത്രം ചേർത്താൽ മതിയെങ്കിൽ മഞ്ഞൾപ്പൊടി മാത്രം ചേർത്താൽ മതിയേ. ഇനി നമുക്കിത് നന്നായിട്ട് പുരട്ടി മിക്സിയുടെ ജാറ് കഴുകി ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തു. ഇനി നമുക്ക് മീൻ വേവാനായിട്ടുള്ള ഒരു വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. പുളിയൊക്കെ ലേശം കനത്തിൽ തന്നെ വേണം കട്ട് ചെയ്ത് ചേർക്കാൻ വേണ്ടിയിട്ട്. ചീമപ്പുളിയൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന സാധനമാണല്ലോ, അതുകൊണ്ടാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഗ്യാസ് ഓണാക്കി ഇതൊന്ന് പറ്റിച്ചെടുക്കാവേ. അപ്പം ഞാൻ ദേ അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ടേ. ഗ്യാസ് ഓണാക്കി കൊടുത്തു. ഇനി ഒരു മൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കണം, കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം പറ്റി വന്നിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ഉള്ളൂ കേട്ടോ പറ്റി വരാനായിട്ട്. വീണ്ടും അടച്ച് വെക്കാം. വീണ്ടും തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ മീൻ പറ്റിച്ചത് റെഡി ആയിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തു. വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.